നമസ്കാരം. സർക്കാരിന്റെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ അറിയിപ്പുകൾ പുറത്തുവന്നത്. അതിനാൽ വീഡിയോ മുഴുവനായി കാണുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യത്തെ വാർത്ത എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കൽ സംബന്ധിച്ചതാണ്. കേരളത്തിൽ സർക്കാർ ജോലി തേടുന്നവർക്കുള്ള ഒരു പ്രധാന സംവിധാനമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ. നേരത്തെ 1/1/1995 മുതൽ 31/12/2024 വരെ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ പോയ പലർക്കും സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് വീണ്ടും പുതുക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. അത് 2025 ഏപ്രിൽ 30 കൂടി അവസാനിക്കുകയാണ്. അതിനാൽ ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ പ്രദേശത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് പോവുകയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ ഈ പുതുക്കൽ നിർവഹിക്കാവുന്നതാണ്. പുതുക്കാതെ പോയാൽ സീനിയോറിറ്റി നഷ്ടപ്പെടും. അതിനാൽ ഉടൻ തന്നെ ഇത് പരിശോധിക്കുക. അടുത്തത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുമായി ബന്ധപ്പെട്ട സുപ്രധാന വാർത്തയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭവനരഹിതരായവർക്ക് പാർപ്പിടം നൽകുന്നതിന് വേണ്ടിയിട്ട് വിവിധ മേഖലകളിൽ പുതിയ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2025 1,00,000-ലധികം ആളുകൾക്ക് ഈ പദ്ധതിയിൽ വീടുകളുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇത് ഗ്രാമീണ മേഖലയിലാണ് നടപ്പിലാക്കുന്നത്. ഭവനരഹിതരായവർക്ക് സൗകര്യപ്രദമായ വീടുകൾ നിർമ്മിച്ചു നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പദ്ധതിയിൽ 4 ലക്ഷം രൂപ വരെ ധനസഹായമായി ലഭിക്കും. ഇത് കേന്ദ്രം, സംസ്ഥാനം, തദ്ദേശ സ്ഥാപനമെല്ലാം സഹകരിച്ചാണ് ഈ സഹായം ലഭിക്കുന്നത്. ഈ സഹായത്തിന് അപേക്ഷിക്കേണ്ടത് നിർദ്ദിഷ്ട പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലോ ആണ്. ഇതിന് അപേക്ഷകൾ ഓൺലൈൻ വഴിയോ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേനയോ സമർപ്പിക്കേണ്ടതാണ്. വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ഓഫീസ് നോട്ടീസ് ബോർഡുകൾ, വാർഡ് മെമ്പർമാർ വഴിയൊക്കെ അപേക്ഷാ വിവരങ്ങൾ അറിയിക്കുന്നതാണ്. ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ എല്ലാ മേഖലകളിലേക്കും അപേക്ഷകളില്ല. തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് അപേക്ഷകൾ നടത്തപ്പെടുന്നത്. അവസാനത്തെ പ്രധാന വിവരം ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താക്കളോടുള്ള അറിയിപ്പാണ്. നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ വ്യക്തി തീർച്ചയായും ഇലക്ട്രോണിക് KYC ചെയ്തു തീർക്കേണ്ടതാണ്. ഒറ്റത്തവണ ചെയ്താൽ മതിയാകും. ഇത് ചെയ്യുന്നതിനായിട്ട് അടുത്തുള്ള ഗ്യാസ് ഏജൻസി നേരിട്ട് പോവുക. ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, ബുക്ക് എന്നിവ കൈവശം വയ്ക്കുക. സൗജന്യമായി തന്നെ സേവനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിർബന്ധമായും ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ആക്റ്റീവ് മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. കാരണം OTP വഴിയാണ് നിങ്ങളുടെ KYC പൂർത്തിയാവുന്നത്. ഈ KYC ചെയ്തില്ലെങ്കിൽ ഗ്യാസ് വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഉടൻ തന്നെ ഇത് പരിശോധിക്കുക. ഇതാണ് ഇന്ന് നമ്മൾ പങ്കുവച്ച 3 പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. ഇവയെല്ലാം എല്ലാവർക്കും സഹായകരമായ കാര്യങ്ങളാണ്. അതിനാൽ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.